friends, welcome back to Paruzz planet. ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ കിളിമീനാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. കിളിമീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 കിളിമീനാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കിലോ കിളിമീനാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഞുറുക്കിയതാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് വേണം. പിന്നീട് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. ഇപ്പോൾ കുരുമുളക് ഫുള്ളായിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇനി അതിലേക്ക് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട. നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം. മീൻ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം, എന്നാലേ നന്നായിട്ട് എന്താ പറയുക മസാല ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. എത്രത്തോളം ടൈം ഇത് മീനിൽ മസാല പിടിച്ചിരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ വറക്കാനായിട്ടൊക്കെ ഉച്ചക്കത്തേക്ക് വറക്കാനാണെങ്കിൽ രാവിലെ തന്നെ മസാല പുരട്ടി കുറേ സമയം വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് എടുത്ത് വറക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് മീനിൽ നന്നായിട്ട് മസാല പരട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വറക്കുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമുണ്ട്. കാരണം വറുത്ത് ലാസ്റ്റിൽ നമുക്ക് ആ വറക്കുന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ കറിവേപ്പിലയുടെ. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോരോ മീനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.